ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഏട്ടന് ഡ്യൂട്ടി ഇല്ലാത്തൊരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കണ്ടേ, ലഞ്ച് കാണിക്കണ്ടേ, അതേമാതിരി വൈകിട്ടൊരു സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ റാസ്ബെറി വെച്ചിട്ടൊരു ജാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഏട്ടന് ഓഫാണ്. അപ്പോൾ ഓഫുള്ള ദിവസങ്ങളിൽ യൂഷ്വലി അത്യാവശ്യം ലേറ്റായിട്ടാണ് രാവിലെ എണീക്കാറ്. അല്ലെങ്കിൽ റെഗുലർ ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ മോർണിംഗ് 5 മണി 5:30, പിന്നെ എന്തെങ്കിലും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനില്ലെങ്കിൽ 6 മണി, ആ ഒരു ടൈമിലൊക്കെയാണ് എണീക്കുക. പക്ഷേ ഡ്യൂട്ടി ഇല്ലെങ്കിൽ വാവ എണീക്കണോടം വരെ ചിലപ്പോൾ കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ഇന്ന് ഓൾറെഡി എണീക്കാൻ കുറച്ചധികം ലേറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് സാധാരണ ഓഫുള്ളപ്പോഴത്തേക്ക് എന്തെങ്കിലും ദോശയ്ക്കോ അപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റായിട്ട് എണീറ്റാലോ വേഗം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കാണ്. പക്ഷെ ഇന്ന് ഒന്നും അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം നീർദോശയും മുട്ട റോസ്റ്റും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നീർദോശ ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ആദ്യം തന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചു. പിന്നെ ഇത് എക്സാക്റ്റ് മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയൊന്നുമല്ല, പക്ഷേ ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെ കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി എണ്ണയിൽ വഴറ്റിയിട്ട് വെളുത്തുള്ളിയൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ല ഡാർക്ക് കളറ് കിട്ടും കറിക്ക്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യണേ. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി വഴറ്റി, എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി, സവോള, പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ചുകൂടെ നമുക്ക് വേണ്ട മസാല ആഡ് ചെയ്ത് തക്കാളി ആഡ് ചെയ്ത് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യണേ. അപ്പോൾ എനിക്ക് തോന്നണേ, ഞാൻ പറഞ്ഞില്ല എൻ്റെ നീർദോശ ഫ്ലോപ്പായിരുന്നു. നീർദോശയുടെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. കുറച്ച് അരിപ്പൊടിയും തേങ്ങ ഉപ്പ് ഒക്കെ കൂടിയിട്ട് ചിലപ്പോൾ ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുക്കും, അല്ലെങ്കിൽ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുള്ളൂ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇരുമ്പിൻ്റെ പാത്രം മേടിച്ചു എന്ന് പറഞ്ഞില്ലായിരുന്നു, കാസ്റ്റ് അയണിൻ്റെ. അപ്പോൾ അതിലുണ്ടായിരുന്ന ദോശത്തവയാണ്. അപ്പോൾ ഞാനത് ഉപയോഗിച്ചില്ല, ദോശ ഉണ്ടാക്കിയില്ല. അത് വാങ്ങിയിട്ട് ഉണ്ടാക്കിയില്ല എന്ന് വെച്ചാൽ വീട്ടിലായിരുന്നപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇവിടെ വന്നപ്പോൾ പിന്നെ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അതിലുണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഈ നീർദോശ അതിൽ ഉണ്ടാക്കാൻ നോക്കിയതാണ്. എനിക്ക് തോന്നുന്നത് അതിലുണ്ടാക്കിയിട്ടാണോ ശരിയാവാതിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ പാനിലുണ്ടാക്കുമ്പോൾ ശരിയായിട്ട് വരാറുള്ള, പക്ഷേ ഇതിലുണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ടോ വിട്ടു പോരുണ്ടായിരുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി താമസിച്ചല്ലേ എണീറ്റത്, പിന്നെ സമയവും ഇല്ല, വിശന്നും തുടങ്ങി. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ പിന്നെയും നീർദോശയെ തന്നെ പണിതുകൊണ്ടിരുന്നിട്ട് എനിക്ക് ശരിയായില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ വേഗം തന്നെ പൂരിക്ക് കുഴച്ചു വിട്ടു. അത് ഞാൻ എടുത്തിട്ടില്ല, കാരണം ഓൾറെഡി തിരക്കിട്ട് ചെയ്തു തരണം. പൂരി എപ്പോൾ ഉണ്ടാക്കിയാലും കുഴപ്പമില്ലാതെ വരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല കുമിളിച്ച് വരില്ലേ, അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ നമ്മുടെ എഗ് റോസ്റ്റിൻ്റെ പരിപാടിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. തക്കാളി സവോള എല്ലാം വഴന്ന് വന്ന് അതിലേക്ക് ഇട്ടത് ഞാനാകെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് ചെയ്ത് കുറച്ച് മല്ലിയില ഇട്ടിട്ട്, അപ്പോൾ അതേ പൂരിക്ക് വേണ്ടിയിട്ട് കുഴച്ച് പരത്തി, മറ്റേ പൂരി പ്രസ്സറില്ലേ, പത്തിരി പ്രസ്സർ, അതിലിട്ടിട്ടാണ് പരത്തണേ. അപ്പോൾ അതുകൊണ്ട് നല്ല ഈസി ആയിട്ട് വേഗം കഴിഞ്ഞോളും. അപ്പോൾ എന്നിട്ട് വേഗം പൂരി ചുട്ടെടുത്ത് ഏട്ടനും കൊടുത്തു, ഞാനും കഴിച്ചു, വാവയും കഴിച്ചു. വാവ അങ്ങനെ കുറേ പൂരി കഴിക്കില്ല കേട്ടോ. ഞാൻ വെച്ചാൽ വാവയ്ക്ക് അങ്ങനെ വലിയ എണ്ണയിലുള്ളത് കൊടുക്കണ്ടാലോ എന്നോർത്താണ് നീർദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് പൂരി ഉണ്ടാക്കി. പൂരി പിന്നെ അങ്ങനെ ഫ്ലോപ്പ് ആവാറില്ല. തന്നെ പരച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ പൊങ്ങാതെ വരും. പക്ഷേ ഈ പത്തിരി പ്രസ്സിലിട്ടിട്ട് ചെയ്യുമ്പോൾ എല്ലാം തന്നെ പൊങ്ങും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി ഇങ്ങനെ ഉണ്ടെങ്കിൽ പൊങ്ങിയവനാണ്. പിന്നെ ചായ ഓൾറെഡി ഞാൻ വേഗം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, സൈഡിലൊക്കെ കാണാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഇന്ന് പിന്നെ ലഞ്ചിന് നമുക്ക് വലിയ പണിയൊന്നുമില്ല, കാരണം ഞാൻ റൈസ് കുക്കറിൽ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ഓഫുള്ളപ്പോൾ ദിവസങ്ങളാണെങ്കിൽ റൈസ് കുക്കറിൽ വെക്കില്ല, രാവിലെ എണീറ്റിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുകയോ ചെയ്യണ അരി. അല്ലെങ്കിൽ തലേന്ന് റൈസ് കുക്കറിൽ അരിയിട്ട് വയ്ക്കും, അപ്പോൾ രാവിലെ എളുപ്പമാണല്ലോ. പിന്നെ ഇന്നിപ്പോൾ പയറുതോരൻ ഉണ്ടാക്കണം. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം ബീഫ്
കറി കറിയല്ല, എന്നാലും ബീഫാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായി. ഡ്രൈ ആക്കി റോസ്റ്റ് പോലെ ആക്കിയിട്ട് അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായി. അപ്പോൾ അത് ഓൾറെഡി ഫ്രീസറിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് വേവ് കുറവുണ്ട്, അതൊന്ന് വേവിച്ച് കുറച്ച് ഗ്രേവി ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പയർ മെഴുക്ക് പുരട്ടി പോലെ വയ്ക്കുന്നത് എനിക്കും ഇഷ്ടമാണ്, ഏട്ടനും ഇഷ്ടമാണ്. പിന്നെ വാവയ്ക്കാണേലും ഇങ്ങനെ ഈ തോരൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്, തോരൻ വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ചുമ്മാ തിന്നോളും പെറുക്കി പെറുക്കി. അപ്പം മെഴുക്ക് പുരട്ടി എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് വെളുത്തുള്ളി സവോളനേക്കാളും ടേസ്റ്റ് എപ്പോഴും ചെറിയുള്ളി കേട്ടോ. പക്ഷെ നന്നാക്കാനുള്ള ബുദ്ധിമുട്ടും, പിന്നെ കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയുള്ളി എടുക്കും, ഇല്ലെങ്കിൽ നന്നാക്കാൻ മടിയാണെങ്കിൽ സവോള തന്നെ എടുക്കും കേട്ടോ. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി സവോള അരിഞ്ഞ് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഇടിച്ച മുളകും ഇട്ട് പിന്നെന്താ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പയറിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പം ചില സമയങ്ങളിലൊക്കെ ഞാൻ വെള്ളമൊഴിച്ച് പയർ വേവിച്ചിട്ട് സെപ്പറേറ്റ് ഉപ്പിട്ട് വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇടും, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളമൊഴിച്ച് വേവിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോഴും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് ആ എണ്ണയിൽ തന്നെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കൂലേ, അപ്പോഴേ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നാറ്. ആകെ ഒരു ബുദ്ധിമുട്ട് ഈ പയർ, ഈ അമര ഇല്ലേ, അമര പയർ പോലത്തെ, എനിക്ക് കറക്റ്റ് അതിൻ്റെ പേരറിയില്ല, പയർ ബീൻസ് ഈ വക സാധനങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ അമര എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, അങ്ങനെ കഴിക്കാറില്ല. കഴിക്കും പക്ഷെ എന്നാലും വലിയ ഇഷ്ടമില്ല. ഇതിൻ്റെ ഈ അറ്റം കട്ട് ചെയ്ത് മാറ്റണ്ടേ സെപ്പറേറ്റ്, അതാണ് എനിക്ക് ആകെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നത്. ബാക്കി അരിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പിന്നെ നമ്മൾ തേങ്ങ ഇട്ടിട്ട് തോരൻ പോലെ വെക്കില്ലേ, അതിനാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അത് യൂഷ്വലി ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല, വളരെ റെയറായിട്ട് ഞാൻ ഉണ്ടാക്കിയാലുള്ളൂ. കാരണം കുറച്ചുകൂടെ കഴിക്കാനായിട്ട് എനിക്ക് ടേസ്റ്റ് ഫീൽ ചെയ്തിരുന്നത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴാണ്, പയറാണെങ്കിലും ബീൻസ് ആണെങ്കിലൊക്കെ. അപ്പോൾ എൻ്റെ കാസ്റ്റേൻ്റെ സ്കില്ലറ്റിനകത്തോട്ട് ഉണ്ടാക്കണം. എനിക്ക് ഈ പാത്രങ്ങൾ മേടിച്ച് പിന്നെ എപ്പോഴും അത് ഉപയോഗിക്കാനായിട്ട് ഇഷ്ടം. പിന്നെ ഒന്നാമത്തെ കാര്യം എൻ്റെ കയ്യിൽ വേറെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഞാൻ ഉണ്ടായിരുന്നു, അത് പോയിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്രാവശ്യം ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. വേറെ അങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇല്ല കാര്യമായിട്ട്. പിന്നെ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് കുക്ക് ചെയ്യേണ്ടത് അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം കുറേ പാത്രങ്ങൾ. പിന്നെ സ്റ്റീലിൻ്റെ കുക്ക് വെയർ സെറ്റ് ഉണ്ട് കേട്ടോ, അത് ഞാൻ മുന്നേ മേടിച്ചത് എൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ അത് എൻ്റെ പാത്രത്തിൽ കടുക് പൊട്ടിക്കാൻ വെച്ച് വെളുത്തുള്ളി ഇട്ട് സവോള ഇട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേഗം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയേക്കുന്നത് കാസ്റ്റ് അയണിൽ കുക്ക് ചെയ്യുമ്പോൾ വേഗം കുക്കായി വരാറുള്ള പോലെ എനിക്ക് തോന്നുന്നു. ചിലപ്പം നല്ല ഹീറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചൂട് അങ്ങനെ നിൽക്കണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷെ എന്നാലും വേഗം കുക്ക് ചെയ്ത് കിട്ടും പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ബാക്കി പാത്രങ്ങളിൽ വയ്ക്കണേക്കാളും. പക്ഷെ ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കണ്ടെന്ന് തോന്നുന്നു. വാവ എണീറ്റ് വന്ന് താഴെക്കടെ ഒച്ചയും ബഹളം ഉണ്ടാക്കി നടക്കണം കേട്ടോ, ഓരോന്ന് കാണിച്ച്. അവളെൻ്റെ ട്രൈപോഡിൽ വന്ന് പിടിച്ച് വലിക്കും. പിന്നെ ഓരോന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒച്ചയും ബഹളവും കാണിച്ച് വരും, ചിലപ്പോൾ അവളെ എടുക്കണം, അങ്ങനെയൊക്കെ. ഏട്ടനുണ്ട്, കുറേ നേരമൊക്കെ ഏട്ടൻ്റെ കൂടെ ഇരുന്ന് കളിക്കും കേട്ടോ. ഓഫുള്ളപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരാളോടെ ഉള്ളപ്പോൾ, ഞാൻ മാത്രം ഉള്ളപ്പോൾ ആണെങ്കിൽ ഞാനും വാവയും തന്നെയല്ല. അപ്പോൾ അവളിങ്ങനെ നമ്മൾ തന്നെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി, പിന്നെ അതിനിടയ്ക്ക് എനിക്ക് വേറെ പണിയൊക്കെ ഉള്ളപ്പോൾ ആണെങ്കിൽ അങ്ങനെ അവളുടെ കൂടെ കുറേ നേരം കളിക്കാൻ ടൈമില്ലോ. അപ്പോൾ ഏട്ടൻ വീട്ടിലുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഒരാളോടെ വെച്ചാനൊക്കെ കൊണ്ട് കളിക്കാനൊക്കെ കൂടെ ആളുണ്ട്. പക്ഷെ കുറേ നേരമൊക്കെ കളിക്കും, പിന്നെ വിശക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്ന പിള്ളേർക്ക് അമ്മമാരുടെ ഒരു അറ്റൻഷൻ ചില സമയങ്ങളിൽ വേണമെന്ന് തോന്നുമല്ലോ, അങ്ങനെയുള്ള നേരങ്ങളിലൊക്കെ അവൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് ബഹളമുണ്ട്. ഞാൻ വേഗം എടുക്കും, കുറച്ച് നേരം ഒന്ന് എടുത്ത് കൈ പിടിച്ചോണ്ടിരുന്ന നമുക്ക് സന്തോഷമാവും. ഇതുണ്ട് ഇപ്പോൾ ഈ ഇതിങ്ങനെ ക്യാമറ കിട്ടുന്നുണ്ടോ, അത് അവൾ വന്നിട്ട് ട്രൈപോഡിൽ പിടിച്ചിട്ടിരുന്ന് ഇളക്കണത് കേട്ടോ.
കുറച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അവിടെ ചെറിയ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ, വെന്തോളും വേഗം തന്നെ. ആ നേരത്ത് ബീഫിൻ്റെ പണികൾ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ബീഫ് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഫ്രീസറിൽ വെച്ചായിരുന്നു. അപ്പോൾ ഞാനത് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തണുപ്പ് മാറാനായിട്ട്. പിന്നെ അതിന് കുറച്ച് ഫസ്റ്റ് ടൈം ഞാനത് അതേപോലെ അത് കഴിഞ്ഞ് തണുപ്പ് മാറിക്കഴിഞ്ഞിട്ട് ഒന്ന് വേവിച്ചല്ല, ഒന്ന് കടുകൊക്കെ പൊട്ടിച്ചെടുക്കുക ചെയ്ത്. പക്ഷെ അപ്പോൾ ഇച്ചിരി വേവ് കുറവുണ്ടെന്ന് പറഞ്ഞ കാരണം അങ്ങനെ ഏട്ടൻ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ ഒന്ന് കുക്കറിലിട്ടിട്ട് വിസിലടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. 2 വിസിലടിച്ച് കഴിഞ്ഞാൽ കുറച്ച് വേവൂലോ എന്ന് ഓർത്തു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് അത് വേവിക്കാൻ വെച്ചോട്ടോ. പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഡ്രൈ ആക്കിയെന്ന് വെച്ചാൽ ആദ്യത്തെ അത്ര ഡ്രൈ ആക്കിയിട്ടല്ല, എന്നാലും ഒരു ചെറിയൊരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഓർത്താണ് ഇരിക്കുന്നത്. വാവയ്ക്ക് അങ്ങനെ കൊടുക്കുകയൊന്നുമില്ല കേട്ടോ ബീഫ്. ഒന്നാമത്തെ കാര്യം ഇതിപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഫ്രീസറിലൊക്കെ വെച്ചതല്ലേ, അങ്ങനെയുള്ളത് പ്രത്യേകിച്ച് ഞാൻ കൊടുക്കാറില്ല. അല്ലെങ്കിലും ബീഫ് ഞാൻ കൊടുത്തിട്ടില്ല, ചിക്കൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ മീനും ഈ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫിൻ്റെയൊക്കെ ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ ഒഴിക്കുമ്പോൾ അതൊക്കെ കൂട്ടി കൊടുക്കാറുണ്ട്. ഇതുവരെ കഷ്ണമൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വയറ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് താഴെ ഇരിപ്പുണ്ട് വാവ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ എന്തോ പണിതുകൊണ്ടിരിക്കുന്നതാണ് അവൾ. അവൾക്ക് മെയിനായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പണിയെന്ന് വെച്ചാൽ, ഞാൻ ഈ കുക്കിംഗ് റേഞ്ചിൻ്റെ മുന്നിൽ 2 ടവലും പിന്നെ ഈ ചൂടുള്ളത് പിടിക്കാനായിട്ട് സിലിക്കോണിൻ്റെ ഒരു പിടിക്കുന്ന സാധനമില്ലേ, അതും വെച്ചിട്ടുണ്ടാവും. അവളാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വലിച്ച് നിരത്തുണ്ടാവും. എന്തോ അവൾക്കത് വലിച്ചിട്ടില്ലെങ്കിൽ ഒരു സന്തോഷമില്ലാത്ത പോലെയാണ്. അപ്പോൾ അതേ നമ്മുടെ ബീഫ് ഞാൻ കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഭയങ്കര വെള്ളം ഇച്ചിരി അധികമുണ്ട്. അപ്പോൾ അതൊന്ന് കുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ സെയിം പാനിൽ തന്നെ ഞാൻ ആ പാൻ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. പയറൊക്കെ എടുത്ത് മാറ്റിയിട്ട് അത് തന്നെ വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതേ വാവയ്ക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. വാവയ്ക്കാൻ പറഞ്ഞില്ല, ബീഫ് കൊടുക്കണില്ല. അപ്പോൾ ഒരു ഇച്ചിരി ചോറും പയർ തോരനും മാത്രമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ അവൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. കുറച്ചൊക്കെ ഒരു 2-3 ഉരുളയൊക്കെ കഴിച്ചിട്ട് അവളുടെ കുഞ്ഞുവായിൽ കയറണ പോലെ കുഞ്ഞുരുള 2-3 കഴിച്ചിട്ട് അവളുടെ വഴിക്കും. പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ മുട്ടയൊക്കെ പൊരിച്ച് കൊടുക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ക്ലീനിങ് ചെയ്യും കേട്ടോ. എനിക്ക് എല്ലാ ദിവസവും അടിച്ചു വാരി തുടയ്ക്കണം. മാക്സിമം എല്ലാ ദിവസവും ഞാൻ തുടയ്ക്കും. ഇൻ കേസ് ചിലപ്പോഴൊക്കെ എനിക്ക് പറ്റാതെ വന്നാൽ തുടയ്ക്കില്ല. പക്ഷേ എങ്കിൽ എന്നാലും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ തുടയ്ക്കും. വളരെ റെയറായിട്ടാണ് ഞാൻ അങ്ങനെ അടിച്ചു വാരൽ എന്തായാലും അടിച്ചു വാരും, തുടയ്ക്കാതിരിക്കുകയുള്ളൂ. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പുറത്തൊക്കെ പോയി നമുക്ക് സമയം കിട്ടിയില്ല അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ സാധനവും ഇപ്പോൾ വാവയുടെ പാൽക്കുപ്പി, അതേമാതിരി രാവിലെ ഏട്ടന് ബെഡ് കോഫി കൊടുത്തതിൻ്റെ ഗ്ലാസ്, അങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്തത് ഈ ഡ്രസ്സിങ് ടേബിളിൻ്റെ മേളിൽ കാണും, ഇല്ലെങ്കിൽ ബെഡ് സൈഡ് ടേബിളിൽ കാണും, അങ്ങനെയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി പിന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിട്ടതാണ് കേട്ടോ. അതേമാതിരി ഒരു ദിവസം ഇടവിട്ടൊക്കെ മിക്കവാറും ഞാൻ ഇതൊക്കെ തുടയ്ക്കും. മറ്റേ ഡ്രസ്സിങ് ടേബിള്, അതേപോലെ ടി വിയുടെ ഫ്രണ്ടിലെ ടേബിള്, ബെഡ് സൈഡ് ടേബിള്, കാരണം ഭയങ്കര പൊടി വരും. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം പൊടി വന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തിടും കേട്ടോ 1-2 ദിവസങ്ങളിലൊക്കെ. പിന്നെ ഞങ്ങൾ അന്ന് വൈകുന്നേരം ഡേ ടു ഡേ പോകാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ ഏട്ടൻ്റെ വണ്ടിക്ക് എന്തോ പ്രോബ്ലം ആയിട്ട് വണ്ടി നന്നാക്കാനായിട്ട് കൊടുത്തേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അടുത്താണ് പക്ഷേ തൊട്ടടുത്തല്ല. അപ്പോൾ നടന്നു പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വൈകുന്നേരം നടന്നങ്ങ് ഇറങ്ങി. പക്ഷേ കുറേ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറേ അങ്ങനെ വാവനെ കൊണ്ട് വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തിറങ്ങി നടക്കാൻ. അപ്പോൾ കുറേ നടന്നു. പിന്നെ ഓർത്ത് തിരിച്ചു വരുമ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് രാത്രി നടന്നു വരണ്ടേന്ന് ഓർത്തിട്ട് പാതി വഴി പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വന്ന വഴിക്കാണ് എന്നാൽ സേമിയ ഒരു ദിവസം വാങ്ങിയത് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്, പാലും ഉണ്ട്, എന്നാൽ സേമിയ പായസം വെച്ചാലോ എന്നിങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഓക്കെ വെക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു എന്തായാലും ആഗ്രഹം തോന്നിയതല്ലേ വെച്ചേക്കാമെന്ന് വിചാരിച്ച് വെക്കാൻ വന്ന കേട്ടോ. ചെറിയൊരു കോൾഡുണ്ട്, അതുകൊണ്ട് കോൾഡും കഫും ഒക്കെ. അപ്പോൾ അത് നമ്മുടെ പാത്രം ചൂടാക്കി നെയ്യ് ഒഴിച്ചിട്ട് എൻ്റെ കയ്യിൽ ക്യാഷും ഇല്ലായിരുന്നു, കിസ്മിസ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന്
ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ട് സേമിയ ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. സേമിയ പായസം പിന്നെ എളുപ്പമാണല്ലോ, വേഗം ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റുമാണ്. ഇതൊരു സെക്കൻഡ് ടൈമാണ് കേട്ടോ. ശരിക്കും സെക്കൻഡ് ടൈം മുന്നേ വീട്ടിലൊക്കെ വെച്ച് കല്യാണത്തിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കില്ല. കല്യാണം കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഒരിക്കലും ഉണ്ടാക്കി, അന്ന് നന്നായി വന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസിൽ ഇപ്പോൾ ഉണ്ടാക്കണം കേട്ടോ. എന്നാലും നല്ലതായിരുന്നു കേട്ടോ. ഞാൻ കണ്ടിട്ട് ചിലർ കണ്ടൻസ് മിൽക്കെല്ലാം മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ചെയ്യണത്, അങ്ങനെ ചെയ്യണതും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ അതൊന്നും ഇല്ലാതെ കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. പാകത്തിന് മധുരവും പാലും ഉള്ളെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒരുപാട് കുറുകിയപ്പോൾ ഇൻ കേസ് ഇനി കുറുകിയാലും നമുക്ക് കുറച്ച് പാലൊഴിച്ച് ലൂസാക്കിയാൽ മതി. പിന്നെ എന്താ വെച്ചാൽ സേമിയ ഫ്രൈ ആയി കഴിയുമ്പോൾ പാലൊഴിച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പാട കെട്ടിയ പോലെ വരും. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ എപ്പോഴോ എന്തോ ആവശ്യത്തിന് മാറിപ്പോയിട്ടുണ്ട്, അപ്പോൾ ചെറുതായിട്ട് പാട വരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഏലക്കാപ്പൊടി ഇടണം. നമുക്ക് വേണ്ടത്ര മധുരത്തിൽ പഞ്ചസാര ഇട്ടിട്ട് പാല് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ലാസ്റ്റ് നെയ്യോടെ ഒഴിച്ചാൽ മതി. മുകളിൽ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കില്ലേ, അതുപോലെ. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച ക്യാഷു ഉണ്ട്, കിസ്മിസ് ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ കിസ്മിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാനത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. പായസം വേഗം റെഡിയാവും കേട്ടോ, വേഗം തന്നെ റെഡി ആയിട്ട് കിട്ടും നമ്മുടെ പായസം. അപ്പോൾ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസൊക്കെയും കൂടി അതിലേക്ക് ഇടുകയാണ്. കഴിക്കാൻ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് മറന്നുപോയി, രാത്രി ആയപ്പോഴാണ് കഴിക്കുന്നത്. പിന്നെ ഞാൻ വാവയ്ക്ക് ഇത് കുറേ പഞ്ചസാരയൊന്നും അങ്ങനെ ഉള്ള ഐറ്റംസ് അത്രയ്ക്ക് ഞാനങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവൾ കുറേ കുടിക്കും, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പോഴും അവൾ കുടിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുടിച്ചിട്ട് ഞാൻ വേഗം തന്നെ മാറ്റി വെച്ചു, ഇല്ലെങ്കിൽ അവൾ മൊത്തം മേടിച്ച് കുടിക്കും. അങ്ങനെ നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെറുതെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവരും. എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ നല്ല ഈസിയാണ് സേമിയ പായസം ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള മറ്റേ നമ്മൾ റെഡിമെയ്ഡ് മിക്സ് കിട്ടില്ലേ, അത് വെച്ചിട്ട് ഇത്, അല്ലാതെ ചെയ്തത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ റാസ്ബെറി വെച്ചിട്ടുള്ള ജാം, ഇത് ഏട്ടൻ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വന്ന് കൂട്ടത്തിൽ വാവയ്ക്ക് കൊടുക്കാൻ മേടിച്ചത്, പക്ഷെ വാവ അത്രയ്ക്ക് അങ്ങോട്ട് തിന്നില്ല. ആദ്യമായിട്ട് അവൾക്ക് കൊടുക്കണേ, അവൾ അത്ര തിന്നില്ല. പിന്നെ എനിക്കും അത്ര തിന്നാനൊരു തോന്നിയില്ല. അപ്പം ഞാൻ ഓർത്തു എന്നാൽ അത് വെച്ച് ജാം ഉണ്ടാക്കാതെ കുറച്ച് നാൾ ഇരിക്കുകയും ചെയ്തോളൂ എന്ന് വിചാരിച്ചു, ഫ്രിഡ്ജിൽ വെച്ചാൽ. വേഗം ഉണ്ടാക്കി കഴിയാം കേട്ടോ. റാസ്ബെറി നമുക്ക് നല്ലപോലെ കഴുകിയിട്ട് ചെറിയ ഫ്ലെയിമിൽ വേവിക്കാൻ വെച്ചാൽ വേഗം തന്നെ വെന്ത് ഉടഞ്ഞു വരും. കുറച്ചേരം ഇളക്കി കൊടുക്കണം, എന്നാലും അത് വേഗം തന്നെ നല്ലപോലെ ഇങ്ങനെ ഒരു കുറുകിയ പോലെ അല്ല, ഇച്ചിരി ഇങ്ങനെ മിക്സായി വരും. അതൊന്ന് ചെറുതായിട്ട് കുറുകി തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീരും പിന്നെ നമുക്ക് വേണ്ടത്ര പഞ്ചസാരയും കുറച്ച് തേനും ഒഴിച്ചു കൊടുത്താൽ മതി. പഞ്ചസാര അവനവൻ്റെ പാകത്തിനല്ല കേട്ടോ. ഇപ്പം ഞാനിടുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ട പോലെ തോന്നും, പക്ഷെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, കാരണം ഈ റാസ്ബെറിക്ക് നല്ല പുളിയാണ്. അപ്പം അത്രയും പഞ്ചസാര ഇട്ടാലും അതങ്ങനെ ഭയങ്കര മധുരമൊന്നും ഫീൽ ചെയ്യണില്ല. ചെറിയൊരു പുളിയും പിന്നെ പാകം മധുരമേ വന്നുള്ളൂ. പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതിൻ്റെ പുളിയും ഉണ്ടാവും. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം, ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണേ. എന്നിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് കുറുകി വന്നു കഴിയുമ്പോൾ തേൻ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു പൊടിക്ക് ഉപ്പോടെ ഇട്ട് കൊടുത്താണ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. എന്നിട്ട് തേൻ ഒഴിച്ചിട്ട് നമ്മുടെ പാകത്തിന് കുറുക്കി. പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകും, വേഗം തന്നെ ആവും. ബാക്കി ഇപ്പോൾ ഞാൻ മുന്നേ പൈനാപ്പിൾ വെച്ചിട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നല്ല സ്ട്രക്ചറും ഉണ്ട് ജാമിൻ്റെ. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കട്ടോ, നല്ല ഈസി ആയിട്ട്. ഇനി റാസ്ബെറി മേടിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇനിയും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.